ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ എനിക്ക് UA ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയ കാര്യം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് UA ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ്, എത്ര രൂപ അതിനുവേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്തു എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞോട്ടെ, നമുക്ക് ഈ UA ഡ്രൈവിംഗ് ലൈസൻസിൽ ആക്ച്വലി ഞാൻ അബുദാബിയിലാണ്. അപ്പോൾ ഞാൻ അബുദാബിയിലെ എമിറേറ്റ്സിലാണ് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഫസ്റ്റ് പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അബുദാബി പോലീസിൻ്റെ വെബ്സൈറ്റിൽ ഫയൽ ഓപ്പൺ ചെയ്യണം. ഫയൽ ഓപ്പൺ ചെയ്യാനുള്ള ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു റെസിഡൻഷ്യൽ വിസ ഹോൾഡർ ആയിരിക്കണം, ഒന്നാമത്തെ കാര്യം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ടെസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ്. ഇത് രണ്ടുമാണ് മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ. അപ്പം ഞാൻ എൻ്റെ എമിറേറ്റ്സ് ഐഡിയുടെ കോപ്പിയും എൻ്റെ ടെസ്റ്റ് സർട്ടിഫിക്കറ്റും ഞാൻ ഏജൻസിയുടെ കയ്യിൽ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ചിലവായത് 280 ദിർഹംസ് ആയിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് എൻ്റെ UAE പാസ് വഴി എൻ്റെ എല്ലാ ഡീറ്റെയിൽസും അബുദാബി പോലീസിൻ്റെ വെബ്സൈറ്റിൽ ചെന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്നോട് അവർ പറഞ്ഞത് തിയറി ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ലേണേഴ്സ് ടെസ്റ്റ് പോലെ തന്നെ ഉള്ളൊരു പ്രൊസീജിയർ ഇവിടെ ഉണ്ട്. നമ്മൾ തിയറി ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യണം. ഫയൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്നോട് ഏജൻസി ചോദിച്ചിരുന്നു, ഇത് ഗോൾഡൻ ചാൻസ് ആണോ അതോ നോർമൽ ചാൻസ് ആണോ എന്ന്. എനിക്ക് നാട്ടിൽ യാതൊരുവിധ എക്സ്പീരിയൻസും ഇല്ല, കാറ് ഓടിച്ചുള്ള യാതൊരുവിധ എക്സ്പീരിയൻസും ഇല്ലാഞ്ഞ ഒരാളായിരുന്നു ഞാൻ. എന്നിട്ട് അപ്പം എനിക്ക് നോർമൽ ചാൻസ് ആയിരുന്നു. ഗോൾഡൻ ചാൻസ് എന്ന് പറയുന്നത് നമുക്ക് നാട്ടിൽ ലൈസൻസ് ഉള്ളവർക്ക് ഇവിടെ ഒരു ഗോൾഡൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഫസ്റ്റ് ഒരു അറ്റംപ്റ്റിൽ തന്നെ ലൈസൻസ് നേടിയെടുക്കുന്ന ഒരു ഓഫറുണ്ട്. പക്ഷേ ഞാൻ അതിന് എലിജിബിൾ അല്ലായിരുന്നു. ഞാൻ അതുകൊണ്ട് നോർമൽ ചാൻസ് ആണ് ചൂസ് ചെയ്തത്. പിന്നെ അവരെന്നോട് ചോദിച്ചു, മാനുവൽ ആണോ എടുക്കുന്നത് ഓട്ടോമാറ്റിക് ആണോ എടുക്കുന്നത്. ഞാൻ എടുത്തത് ഓട്ടോമാറ്റിക് ആണ്. അതിനുശേഷം ഞാൻ എൻ്റെ ഫയൽ ഓപ്പണിംഗ് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നോട് അവർ പറഞ്ഞു, നാട്ടിലെ പോലെ തന്നെ തിയറി ക്ലാസ്സിന്, അതായത് ലേണേഴ്സ് ടെസ്റ്റ് നമ്മളിവിടെ പാസ്സാവണം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് തിയറി ക്ലാസ് ബുക്ക് ചെയ്യണം. തിയറി ക്ലാസ് ബുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ 18 ദിർഹംസ് ആണ് ഞാൻ സ്പെൻഡ് ആക്കിയത്. എടുത്തു. തിയറി ക്ലാസ് 2 hours ക്ലാസ് ആയിരുന്നു. ഒരു 2 സെക്ഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ഒറ്റ ദിവസം തന്നെയാണ് ഞാൻ ചൂസ് ചെയ്തത്. നമുക്ക് ലാംഗ്വേജ് അതിനകത്ത് സെലക്ട് ചെയ്യാം. മലയാളമാണ് ഞാൻ സെലക്ട് ചെയ്തത്. അങ്ങനെ ഞാൻ ഒരു ദിവസം സെലക്ട് ചെയ്ത് ഞാൻ പോയി തിയറി ക്ലാസ് അറ്റൻഡ് ചെയ്തു. വളരെ നന്നായിട്ട് തന്നെ അവർ ക്ലാസ് എടുത്തു തന്നു. നമുക്ക് ആ ക്ലാസ്സിനകത്ത് നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ നമുക്ക് തിയറിയുടെ ലേണേഴ്സ് എക്സാം പാസ്സാവാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഞാൻ തിയറി ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഞാൻ എക്സാം ഡേറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ എക്സാമിന് നമുക്ക് 45 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. മലയാളത്തിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. മലയാളത്തിലായിരിക്കും ഒരു മോണിറ്ററിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. നമ്മൾ അതിനകത്ത് സെലക്ട് ചെയ്ത് കൊടുക്കും. ഒബ്ജക്റ്റീവ് ടൈപ്പാണ്, നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പം എനിക്ക് 45-ൽ ഞാൻ ആ എക്സാമിനർ പറഞ്ഞു തന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ടിരുന്ന് അപ്പോൾ എനിക്ക് 45-ൽ എനിക്ക് 42 മാർക്കോടുകൂടി ഞാൻ തിയറിയുടെ ലേണേഴ്സ് എക്സാം പാസ്സായി. തിയറി എക്സാം പാസ്സായതിനു ശേഷം ഞാനൊരു നോർമൽ ചാൻസ് ആയതുകൊണ്ട് എനിക്ക് കാറിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ആദ്യം തൊട്ട് പഠിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ അകത്ത് തന്നെ എനിക്ക് കുറേ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഞാൻ ആ ക്ലാസ്സുകൾക്ക് വേണ്ടി അവിടെ പോയി എനിക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ഒരു 3200 ദിർഹംസ് ആണ് ഞാൻ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് ക്ലാസ്സുകളെല്ലാം സെലക്ട് ചെയ്തു. ക്ലാസ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഓപ്ഷണലാണ്. 8 days ക്ലാസ്സസ് ഉണ്ട്, 52 days ക്ലാസ്സസ് ഉണ്ട്, 60 days ക്ലാസ്സസ് ഉണ്ട്. ഞാനപ്പോൾ ഒരു 8 days എനിക്ക് വേഗം ലൈസൻസ് എടുക്കാൻ വേണ്ടിയുള്ള ഒരു ഇതിലായിരുന്നു. അപ്പോൾ ഞാനൊരു 8 days ക്ലാസ്സാണ് ചൂസ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്നും ക്ലാസ്സിന് പോകുമായിരുന്നു. അങ്ങനെ പെർ ഡേ ഒരു 1 hour ക്ലാസ്, ഹാഫ് അവർ ആണ് 1 ക്ലാസ് എന്ന് പറയുന്നത്. ഒരു 1 hour ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്ത് അങ്ങനെ 8 days ഞാൻ അറ്റൻഡ് ചെയ്തതിന് ശേഷം എനിക്ക് ഇത്രയും ക്ലാസ് കഴിഞ്ഞ് പിന്നെയും ക്ലാസ്സുകളുണ്ടായിരുന്നു. ഞാൻ പിന്നെയും ബുക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ബാക്കി പാർക്കിംഗ് ടെസ്റ്റിന് വേണ്ടിയുള്ള ക്ലാസ്സുകളൊക്കെ ആയിരുന്നു. അപ്പോൾ പാർക്കിംഗ് ടെസ്റ്റിൻ്റെ ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു സ്റ്റിമുലേറ്റർ ക്ലാസ് ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യണം. അത് നമ്മളൊരു വീഡിയോ ഗെയിം കളിക്കുന്ന മാതിരിയാണ്. അതൊരു 1 hour അവിടെ പോയിരുന്ന് നമ്മൾ വീഡിയോ ഗെയിം കളിക്കുന്ന മാതിരി കാർ ഓടിച്ച് കാണിക്കണം, അത്രയേ ഉള്ളൂ. അത് വളരെ സിമ്പിളാണ്. കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേന് എനിക്കൊരു
ഒരു അസ്വസ്ഥതയൊക്കെ തോന്നി. അപ്പോൾ അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് അങ്ങനെ അസ്വസ്ഥതയൊക്കെ തോന്നുവാണെങ്കിൽ നമുക്ക് ക്വിറ്റ് ചെയ്തിട്ട് പോകാം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും നോ പ്രോബ്ലംസ്, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഞാൻ എൻ്റെ പാർക്കിംഗ് ടെസ്റ്റ് ബുക്ക് ചെയ്തു. പാർക്കിംഗ് ടെസ്റ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു ദിവസം എൻ്റെ ഡ്യൂട്ടിക്ക് ഒരു രാവിലെ ഉള്ളൊരു ടൈമിലാണ് ഞാൻ പാർക്കിംഗ് ടെസ്റ്റ് ബുക്ക് ചെയ്തത്. ഞാൻ നല്ല ടെൻഷനിലായിരുന്നു. അപ്പോൾ ഞാൻ ടെസ്റ്റിന് പോയി. എനിക്ക് മിസ്റ്റേക്ക് വന്നു, ഞാൻ ഫെയിലായി. പാർക്കിംഗ് ടെസ്റ്റിൽ ഞാൻ ഫെയിലായി. അപ്പം ഒരു തവണ നമ്മൾ പാർക്കിംഗ് ടെസ്റ്റിൽ ഫെയിലായി കഴിഞ്ഞാൽ നമ്മൾക്ക് എക്സ്ട്രാ ഒരു 350 ദിർഹംസും കൂടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഞാൻ അങ്ങനെ എക്സ്ട്രാ ഒരു ക്ലാസ്സും കൂടെ എടുത്തു, പാർക്കിംഗ് പഠിച്ച് ഒരു പാർക്കിംഗ് ടെസ്റ്റും കൂടെ ഞാൻ ബുക്ക് ചെയ്ത് രണ്ടാമത്തെ പാർക്കിംഗ് ടെസ്റ്റിൽ എനിക്ക് കിട്ടി. അപ്പോൾ ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ വേണ്ടി നമുക്ക് 3 ടൈപ്പ് ഓഫ് ടെസ്റ്റുകളാണുള്ളത്. ഫസ്റ്റ് തിയറി ടെസ്റ്റ്, രണ്ടാമത്തത് പാർക്കിംഗ് ടെസ്റ്റ്, മൂന്നാമത്തെ ഫൈനൽ ടെസ്റ്റ്, റോഡ് ടെസ്റ്റ്. അപ്പോൾ ഞാൻ എൻ്റെ തിയറി ടെസ്റ്റ് പാസ്സായി, സെക്കൻഡ് പാർക്കിംഗ് ടെസ്റ്റ് പാസ്സായി, തേർഡ് എനിക്കുള്ളത് എൻ്റെ ഫൈനൽ ടെസ്റ്റാണ്. അപ്പോൾ ഫൈനൽ ടെസ്റ്റിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ആകുമ്പോഴത്തേക്കിന് നമ്മൾ ഫൈനൽ ടെസ്റ്റിന് വേണ്ടി ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്യുമ്പോഴത്തേക്കിന് നമ്മൾക്ക് ഔട്ട്സൈഡ്, നമ്മൾ ഇപ്പം ഡ്രൈവിംഗ് സ്കൂളിൻ്റെ അകത്ത് നമ്മൾ പഠിച്ചതേ ഉള്ളൂ. നമുക്ക് മെയിൻ റോഡിലാണ് നമുക്ക് ടെസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ റോഡിൽ നമ്മൾ പഠിക്കണം. അത് നമ്മളുടെ ഡ്രൈവിംഗ് സ്കൂളിലുള്ള ആൾക്കാർ പഠിപ്പിക്കത്തില്ല. നമ്മൾ ഔട്ട്സൈഡ് ഒരു സാറിനെ വല്ലതും സെലക്ട് ചെയ്തിട്ട് വേണം നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ ഞാനൊരു ആളെ ചൂസ് ചെയ്തു. നാട്ടിൽ പോകുന്നതിന് മുൻപായതുകൊണ്ട് എനിക്ക് അധികം സമയം കിട്ടിയില്ല. ഞാനൊരു 8 days ക്ലാസ്സസ് ആണ് ചൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ അതിനു വേണ്ടി എനിക്കൊരു പെർ ഹവർ 65 ദിർഹംസ് ഞാൻ സ്പെൻഡ് ചെയ്ത് ഞാനൊരു 8 days ക്ലാസ് എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം ഞാൻ നൈറ്റ് ടൈമിലാണ് അത് ചൂസ് ചെയ്തത്. അപ്പോൾ റോഡും അതിന് കാര്യങ്ങളും ഒന്നും കറക്റ്റായിട്ട് കാണാനൊന്നും പറ്റിയില്ല. നമുക്ക് മോർണിംഗ് ടൈമാണ് എക്സാം കിട്ടുന്നത്. എല്ലാവർക്കും മോർണിംഗ് ടൈമിലാണ് എക്സാം കിട്ടുന്നത്. അപ്പം നമുക്ക് നൈറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നൈറ്റിനെക്കാട്ടി കൂടുതൽ നമ്മൾ രാവിലെ പഠിക്കുന്നതായിരിക്കും നല്ലത്. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ ഒരു ടിപ്പാണ്, കഴിവതും നമ്മൾ രാവിലെ പഠിക്കുക. ഡ്രൈവിംഗ് ലൈസൻസ് റോഡിലെ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പം അത് കഴിവതും നമ്മൾ രാവിലെ പോയി പഠിക്കുക. അപ്പം ഞാൻ അതിനകത്തൊരു ഫോൾട്ട് കാണിച്ചു. ഞാൻ കൂടുതലും എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷമുള്ള സമയമാണ് പ്രിഫർ ചെയ്തത്. സോ എനിക്ക് അപ്പം ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് ഫൈനൽ ടെസ്റ്റ് ബുക്ക് ചെയ്യാൻ നേരത്ത് നമുക്കൊരു ട്രെയിനിങ് കാർഡിന് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ആ ട്രെയിനിങ് കാർഡിന് വേണ്ടി ഞാൻ 150 ദിർഹംസ് ആണ് സ്പെൻഡ് ആക്കിയത്. അങ്ങനെ നമുക്ക് ട്രെയിനിങ് കാർഡ് കിട്ടിയതിന് ശേഷം നമുക്ക് ഔട്ട്സൈഡ് പഠിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ഒരു 8 days ക്ലാസ്സസ് പഠിച്ചു കഴിഞ്ഞാൽ ഫൈനൽ ടെസ്റ്റിന് പോയി. അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം. എൻ്റെ ഫൈനൽ ടെസ്റ്റിന് അന്ന് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫൈനൽ ടെസ്റ്റിന് വേണ്ടി ഒരു മോർണിംഗ് ടൈമിലാണ് നമുക്ക് ടെസ്റ്റിൻ്റെ കിട്ടുന്നത്. അപ്പോൾ ഞാൻ പോയി. ഞാൻ റോഡ് നിയമങ്ങൾ കറക്റ്റായിട്ട് ടെസ്റ്റിൽ പാലിച്ചില്ല. അതുകൊണ്ട് ഞാൻ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഔട്ടായി പോയി. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ പോയി വന്നതിന് ശേഷം ഞാനൊരു 2 months കഴിഞ്ഞപ്പോഴത്തേക്കിന്, കാരണം ഫിനാൻഷ്യലി നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് ആ സമയത്ത്. അതുകൊണ്ട് ഞാനൊരു 2 മാസത്തിന് ശേഷം പിന്നെയും എനിക്ക് ലൈസൻസ് എങ്ങനെയെങ്കിലും നേടണം. ഏകദേശം നാട്ടിലെ ഒരു ഫണ്ട് എത്രയാണെന്ന് വെച്ചാൽ ഒരു 2 lakhs സംതിങ് ഞാൻ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും എനിക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു എൻ്റെ ഉള്ളിൽ. പിന്നെ ഞാൻ ഏജൻസീനെ കോണ്ടാക്ട് ചെയ്ത് ഡേറ്റ് എടുക്കാൻ വേണ്ടി ബുക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവർ തന്നെ വേറൊരു ഇൻസ്ട്രക്ടറെ എനിക്ക് മാറ്റി തന്നു. ഞാൻ ആളെ കോണ്ടാക്ട് ചെയ്തു. അൽഹംദുലില്ലാ, ഒരു നല്ലൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. എനിക്ക് നന്നായിട്ട് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നു. കഴിവതും ഞാൻ ചൂസ് ചെയ്ത ആ ഒരു വേ മാറ്റി ഞാൻ ഓഫീസിൽ പോകുന്നതിന് മുമ്പ്, ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പുള്ള സമയം, മോർണിംഗ് ടൈം ഒരു 6 o'clock തൊട്ട് ഒരു 7:30 വരെയുള്ള ടൈം ഞാൻ ചൂസ് ചെയ്ത് നന്നായിട്ട് പകൽ സമയത്ത് ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്ത് പഠിച്ച് നന്നായിട്ട് തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്തു. അദ്ദേഹത്തിന് ഒരു പെർ അവർ ഒരു 70 ദിർഹംസ് ആയിരുന്നു. അങ്ങനെ ഞാനൊരു 10 classes അറ്റൻഡ് ചെയ്ത് ഫൈനൽ ടെസ്റ്റ് എടുത്തു. ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഒരു 950 ദിർഹംസ് അദ്ദേഹത്തിന് കൊടുത്തു. 350 ദിർഹംസ് എക്സാമിൻ്റെ അന്ന് എനിക്ക് ഡ്രൈവിംഗ് സ്കൂളിൽ സ്പെൻഡ് ആക്കേണ്ടി വന്നു. അതിനുശേഷം ഞാൻ പാസ്സായി, അൽഹംദുലില്ലാ. ഞാൻ പാസ്സായതിനു ശേഷം പിന്നെ നമുക്ക് നമ്മുടെ PVC കാർഡ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഡ്രൈവിംഗ് ലൈസൻസ് കാർഡ് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യാനായിട്ട് എനിക്കൊരു 300
60 ദിറംസ് സ്പെൻഡായി. അങ്ങനെ ഒരു 2-3-4 ഡേയ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് കാർഡ് വന്നു. അങ്ങനെ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. അപ്പോൾ ലൈസൻസ് എടുക്കാൻ പോകുന്ന എല്ലാവരോടും ഞാൻ പറയുന്നത് UAE-ൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളത് ഒരു എക്സ്ട്രാ ബെനിഫിറ്റ്സ് ആണ്. ഏത് പ്രൊഫഷനിൽ നമുക്ക് പോയാലും നമുക്കൊരു നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഈ ലൈസൻസ് നമുക്ക് പല കൺട്രികളിൽ നമുക്ക് യൂസ് ആക്കാൻ പറ്റും. നമുക്കിത് ഇൻ്റർനാഷണൽ ലൈസൻസ് ആക്കാൻ പറ്റും. യൂറോപ്യൻ കൺട്രീസിൽ പോയാൽ ഇതിൻ്റേതായ അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പം ലൈസൻസ് എടുക്കാൻ പോകുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ വ്ളോഗ് ഒരു നല്ലൊരു ഇൻഫർമേഷൻ തരുന്നെന്ന് ഞാൻ കരുതുന്നു. ടോട്ടൽ എനിക്കൊരു 8,000 സംതിങ് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി സ്പെൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ബൈ.